കുറേ ദിവസമേ ഇപ്പം ഇവിടെ നിന്നിട്ട് പോണ കാരണമാണ് വല്ലാത്തൊരു ഇടങ്ങറ്. ഇപ്പം 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ലച്ചും പോകാൻ തുടങ്ങിയില്ലേ സ്കൂളിലേക്ക്. സ്കൂൾ ഉറക്കാറായില്ലേ, പിന്നെ മഴക്കാലം, എല്ലാത്തൊരു ഒറ്റപ്പെടലാവും. ജോലിക്കാ ഈ PSC പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ട് PSC പരീക്ഷ എഴുതിയിട്ടൊരു ജോലിയും മേടിച്ചിട്ട് പോയിക്കോന്നാ പറഞ്ഞിരിക്കുന്നത്. വേറെ ജോലിക്കൊന്നും വിടില്ല കുട്ടി. പിന്നെ ഈ +2 ക്വാളിഫിക്കേഷനുള്ള ഞാൻ എന്ത് ജോലിക്ക് ശ്രമിക്കാനാ? പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ല, അതാണ്. ലച്ചുമോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടമാണ്. സത്യം പറഞ്ഞെങ്കിൽ ഈ പുസ്തകവും ബാഗൊക്കെ കാണുമ്പോഴേക്ക് സ്കൂളിൽ പോകാൻ തോന്നും. എനക്കും തോന്നുന്നുണ്ടല്ലേ? അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ. ഞാൻ പുസ്തകം മേടിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ ആ ബുക്ക് സ്റ്റാളിൽ കുറേ സ്ലേറ്റുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സ്ലേറ്റുകളൊക്കെ ഒന്ന് എടുത്തു നോക്കി. പക്ഷെ ആ മരപ്പിടിയുള്ള സ്ലേറ്റ് ഉണ്ടല്ലോ, വീണിട്ടുണ്ടെങ്കിൽ പൊട്ടണേ, പണ്ടത്തെ തന്നെ, അതിപ്പോൾ എവിടെയും കാണാനില്ല കേട്ടോ. ഞാൻ ബുക്ക് സ്റ്റാളിൽ പോയി നോക്കുമ്പോൾ കണ്ടില്ല. പിന്നെ അതുപോലെ മത്തങ്ങയുടെയും ആപ്പിളിൻ്റെ ഒക്കെ പോലത്തെ സ്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ, അതും കാണാനില്ല. ആ ഒരു പൊട്ടണ സ്ലേറ്റ് ഉണ്ടല്ലോ, ആ പൊട്ടണ സ്ലേറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ലേറ്റ് കഷ്ണം കൊണ്ട് തന്നെ അതിൽ എഴുതുകയും ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനത്തെ സ്ലേറ്റ് ഒന്നും ഇപ്പോൾ ആരും മേടിച്ചു കൊടുക്കില്ല, പൊട്ടണ കാരണം. പണ്ട് അതന്നെയല്ലേ ഉള്ളൂ. അവിടെ ആരും വന്നിട്ടുണ്ടോ നോക്കിയതാ. നിനക്കും ഞാൻ തന്നെ ഇരുന്ന് ചട്ടക്കെട്ടെന്നിരുന്നത്. പക്ഷെ നമ്മളൊന്നും ഇങ്ങനത്തെ പേപ്പർ കൊണ്ടല്ലേ ചട്ടിട്ടിരുന്നത് മാത്രം. നമ്മളന്ന് നമ്മുടെ അപ്പുറത്തെ രമണി ചേച്ചിയില്ലേ, അവരോടന്ന് പേപ്പർ വരുത്തിയിരുന്നു. അപ്പോൾ പോയിട്ട് പേപ്പർ മേടിക്കും, പുസ്തകം ചട്ടിടാനാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ കലണ്ടറൊക്കെ എടുപ്പിക്കും. കലണ്ടറുകൾ, കഴിഞ്ഞ വർഷത്തെ കലണ്ടറൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ ചട്ടിട്ടിരുന്നത്. പിന്നെ അച്ഛന് തവനൂർ അവിടെ ജോലി കിട്ടി വെക്കുമ്പോൾ അവിടെ ഓഫീസിൽ ഒരുപാട് ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൻ്റെ ആവശ്യം വരില്ലേ. അപ്പോൾ ആ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൻ്റെ ആ ഒരു പാക്കിങ് ഉണ്ടാവില്ലേ, അതന്നെ, അതിട്ട് ചട്ടിട്ടിരുന്നു. അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നിട്ട് എന്തെങ്കിലും. പക്ഷെ ഇതുപോലത്തെ ഇതുകൊണ്ടൊന്നും ചട്ടിട്ടിട്ടില്ല നമ്മൾ. ഡിഗ്രി എന്നോട് കണ്ടിന്യൂ ചെയ്തോളാന്നൊക്കെ പറഞ്ഞതാ. പിന്നെ അതിനോടുള്ളൊരു താല്പര്യമൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ BCom ഒന്നും ഇപ്പോൾ പഠിച്ച തലേ കയറില്ല കുട്ടി. BA ഞാനും പിന്നെ ആലോചിക്കുകയൊക്കെ ചെയ്തു BA ഒക്കെ എടുക്കാന്നുള്ളത്. അന്ന് 2nd ഇയറിന് പഠിക്കുമ്പോഴല്ലേ പിന്നെ പഠിപ്പൊക്കെ നിർത്തിയത്. ഇനി LGS ഒക്കെ എഴുതാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷകളൊക്കെ എഴുതണം. പിന്നൊക്കെ നമ്മുടെ യോഗം പോലെ ഇരിക്കും, അതന്നെ. ഇല്ല, ലച്ചുവിന് 4 ബുക്കല്ല 5 ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല IHRDയിലാണ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അവർക്ക് ഹിന്ദി, മലയാളം 2nd, ഇംഗ്ലീഷ് 2nd, ഈ 3 സബ്ജക്റ്റ് അവർക്കില്ല. അതിന് പകരമായിട്ട് അവർക്ക് ഇലക്ട്രിക്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഈ 3 എണ്ണമാണ് ഉള്ളത്. ലച്ചുവിന് പിന്നെ പണ്ടേ ഹിന്ദി സബ്ജക്റ്റ് കുറച്ച് ടഫാണ്. ബാക്കിയുള്ളത് കേരള സിലബസ് പോലെ തന്നെയാണ്. ബാക്കി എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതൊക്കെ ഉണ്ട്. മാത്സ്, അതൊക്കെ ഉണ്ട്. മാത്സ് ആണ് അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ട്, ബാക്കിയൊന്നും കുഴപ്പമില്ല. മലയാളത്തിൽ ഇപ്പോഴും അക്ഷരത്തെറ്റൊക്കെ നല്ല വരാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 8ാം ക്ലാസ്സിലേക്കാണ്, പഴയ പോലെ അക്ഷരത്തെറ്റുകളൊക്കെ വരുത്തി ഉഴപ്പി നടക്കാനൊന്നും പറ്റില്ല, നന്നായി പഠിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം കുറച്ചേരം ഇരിക്കും. പിന്നെ ഞാനിപ്പോൾ സ്കൂൾ പൂട്ടിയതല്ലേ, നമ്മളിങ്ങനെ കുട്ടികളെ അങ്ങനെ ഇടങ്ങറാക്കണ്ടല്ലോ വെച്ചിട്ട് കുറച്ച് സമയം, 1 മണിക്കൂറൊക്കെ ഞാനൊന്ന് ഇരുത്തി വായിപ്പിക്കും. കൂടുതൽ സമയമൊന്നുമില്ല. ഇപ്പോൾ ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പഠിത്തം തന്നെയല്ലേ. ഇല്ലടി, ട്യൂഷന് ഞാൻ ഇപ്രാവശ്യം ആക്കണില്ല. എനിക്ക് പറഞ്ഞു കൊടുക്കാവുന്ന സബ്ജക്റ്റുകൾ തന്നെ ഉള്ളൂ. ഹിന്ദി പിന്നെ ഇല്ലല്ലോ. ഹിന്ദി എനിക്ക് വായിക്കാൻ അറിയാമെന്നല്ലാതെ അർത്ഥമൊന്നും അങ്ങനെ വലിയ പിടുത്തമില്ല. ബാക്കി പിന്നെ PSCക്ക് നമ്മൾ SCRT തന്നെയാണല്ലോ നോക്കണം. അതുകൊണ്ട് പിന്നെ ബാക്കി സബ്ജക്റ്റുകളൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തിനും നമ്മൾക്ക് യൂട്യൂബ് സഹായം ഉണ്ടല്ലോ, ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അതിൽ. അതുകൊണ്ട് പിന്നെ ഇത്തവണ അവൾക്ക് ഞാൻ ചോദിച്ചു കേട്ടോ, ഇനി നമ്മളായിട്ടൊന്നും ചോദിച്ചില്ല എന്ന് വേണ്ട വെച്ചിട്ട് ട്യൂഷന് ചേർക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവള് പുസ്തകങ്ങൾ ടെസ്റ്റൊക്കെ കിട്ടിയേക്കുമ്പോൾ നോക്കിയപ്പോൾ അവളൊന്ന് ഇപ്രാവശ്യം വേണ്ട അമ്മ എന്ന് പറഞ്ഞു. ഇങ്ങനെ പോട്ടെ, എത്ര വരെ പോകും നോക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ ട്യൂഷന് ചേർക്കണം. ചക്കട ഉണ്ടാക്കി തരാം ഞാൻ ഇന്നലെ പിന്നെ ശർക്കര ഇല്ലാത്ത കാരണേ അവിടെ വെച്ചു. ഞാൻ അട ഉണ്ടാക്കില്ല, ഞാൻ ചക്ക വരട്ടിയിട്ട് മാറ്റിക്കാന്നാണ് വിചാരിക്കുന്നത്. അതാവുമ്പോൾ പിന്നെ നമ്മൾക്ക്
ഈ നല്ല മഴ പിടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉണ്ടാക്കി കഴിക്കാമല്ലോ. എന്നാലും ഞാൻ ചക്ക അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇന്നൊന്ന് അതെടുത്തിട്ട് വേവിക്കണം, എന്നിട്ട് വേണം ചക്ക വരട്ടിയെടുക്കാൻ. ഈ ഒരു പുസ്തകം കൂടി ഉണ്ട്, അതും കൂടി എൻ്റെ ചട്ടടട്ടെ, എന്നിട്ട് നമുക്ക് ചക്ക വരട്ടാൻ വേണ്ടിയിട്ട് പോവാം. എനിക്ക് 5:10 ബസ്സിന് പോവാം. അതാകുമ്പോൾ നമ്മളവിടേക്ക് നേരിട്ടിട്ടാണല്ലോ. ഇനി ആ വൈകുന്നേരം ചക്ക വരട്ടാൻ നിന്നാൽ കുറച്ച് സമയം വേണതിന്. കുറച്ച് നീ കൊണ്ടേക്കോ, അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. ഷുഗർ കട്ട് ഞാനും നോക്കുന്നുണ്ട് കുട്ടി. ഷുഗർ കട്ട് വിചാരിക്കും ഇങ്ങനെ ഓരോരോ വീഡിയോസിലൊക്കെ ഷുഗറൊക്കെ ഒഴിവാക്കിയിട്ട് വെച്ചാൽ തടി കുറയും, PCODക്കാർ പിന്നെ തീരെ ഷുഗർ കഴിക്കണത്ര നല്ലതല്ല എന്നൊക്കെ പറയില്ല. അപ്പം ഞാൻ വിചാരിക്കും ഷുഗർ കട്ട് ചെയ്യാന്നൊക്കെ. പക്ഷെ അന്നാവും എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പം പിന്നെ വിചാരിക്കും നാളെ ആവട്ടെ എന്ന്. അതുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല ഷുഗർ കട്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് ഷുഗർ ലോ ആണ്. ഞാൻ ഷുഗർ കട്ട് എന്തിനു ഡയറ്റ് ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ തല ചുറ്റി വീഴും. അപ്പം പിന്നെ ഞാൻ ഡയറ്റും ചെയ്യാറില്ല. തടിയൊക്കെ അങ്ങോട്ട് വെക്കട്ടെ, ഒക്കെ അങ്ങോട്ട് കുറയും. ഒക്കെ നോക്കിക്കോ, ഒക്കെ സെറ്റാക്കും ഞാൻ. എല്ലാവരും ഇപ്പം അങ്ങനെ തടിക്കണേന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്കൊരു കേൾക്കുമ്പോൾ ഒരു വില ഇല്ലാതായിരിക്കും. തടി കുറയ്ക്കണം. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു പറ ചോറൊന്നും കഴിക്കില്ലല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കഴിക്കണത് ഉള്ളതെന്നാണ്ട് കുറച്ച് കൊണ്ടുവരികയാണ്. അതായത് 3 ദോശയും 4 ദോശയൊക്കെ കഴിച്ചു കൊടുത്തിപ്പോൾ ഒരു 2 ദോശ കഴിക്കും, 4 ഇഡലി കഴിക്കുന്നിടത്ത് 1 ഇഡലി കഴിക്കും. അങ്ങനെ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചു. അല്ലാതെ എല്ലാ തരത്തിലും എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ അത് ചെയ്യാം. അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, നമ്മളിപ്പോൾ ചോറിനുമ്പോൾ ചോറിലൊക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ പാത്രം കഴുകുന്നിട്ട് എന്തെങ്കിലും കുറച്ച് ബാക്കിയുണ്ടാവും, അത് കളയേണ്ട വെച്ചിട്ട് ഞാൻ അതും കഴിക്കും. അതാണുള്ള കുഴപ്പം മൊത്തം. അത് നോക്കാതെ അങ്ങോട്ട് കളയുക. പിന്നെ അറിയാലോ, കുറച്ചൊരു ഇത്തിരിയൊക്കെ ബാക്കിയാവുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാര്യമില്ല. പിന്നെ കുറച്ച് ദിവസം ഫ്രിഡ്ജിലിരിക്കും, പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ തന്നെ എടുത്ത് കളയും. അപ്പം ഞാനത് കളയേണ്ട മടിക്ക് അത് ഞാൻ തന്നെ കഴിക്കും. അത് ഒട്ടുമിക്ക അമ്മമാരുടെ കാര്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. കുറയ്ക്കണം എന്ന് അത്രയും വാശി പിടിക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല കേട്ടാ. ഭക്ഷണത്തിന് നമ്മൾ പണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അധികം അങ്ങോട്ട് നാശാക്കാൻ തോന്നില്ല. സ്കൂൾ തുറക്കാൻ സമയമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് ചെയ്തെന്താ വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും. എങ്ങനെയെങ്കിലും ഉച്ചക്കലത്തെ ആ ഉറക്കമൊന്നും ഇല്ലാണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറിനത് കഴിഞ്ഞേക്ക് ഇതിൻ്റെ മേലേക്ക് നിന്നത്. ഇപ്പോൾ ഇതാ ചട്ടടൽ കഴിഞ്ഞ് പേരൊക്കെ ലാസ്റ്റ് എഴുതും. അതൊക്കെ ഇനി സമയമുണ്ടല്ലോ. നാളെ ഉച്ചയ്ക്ക് ചെയ്യണം. ഇന്നിപ്പോൾ ഈ പോവില്ലേ, 5:10 ബസ്സിന് പോവാ. അതും പേടിയുണ്ട്. ഇത്രയും കാലം സ്കൂൾ ബസ്സിൽ പോയിട്ടേ ലച്ചുവിന് ഇനി ഇപ്രാവശ്യം സ്കൂൾ ബസ് ഇല്ലാതെ എനിക്കാ ടെൻഷൻ. അവള് പറഞ്ഞു അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ ഞാനിങ്ങനെ ഓരോന്ന് ഓവർ തിങ്കിങ്. അതന്നെ, നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിച്ചതില്ലേ. പക്ഷെ അന്നത്തെ കാലമല്ലല്ലോ കുട്ടി, ഇന്നത്തെ കാലം. അതും നോക്കണ്ടേ നമ്മള്. പുസ്തകം പൊതിയാണെന്ന് ചെറിയമ്മേ. ഞാൻ ഈ ജനല് തുറന്നിടാറില്ല അങ്ങനെ. തീയുള്ള കാരണം തുറന്നതാണ്. അപ്പൊ അവിടത്തേക്ക് പോകും പിന്നെ കണ്ടേ, അപ്പൊ ചോദിച്ചത്. അവരുടെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ടത്. അയ്യോ, രാത്രി അന്ന് അവരുടെ വീട്ടിൽ രാത്രി പാമ്പ് കണ്ടുക്കുമ്പോ ഞാനും പോയിണ്ടായിരുന്നു മോളെ. അയ്യോ, പിന്നെ വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ പാമ്പ് നമ്മുടെ വീടിന്റെ കട്ടിലിന്റെ അടിയിലൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു തോന്നല്. അതെല്ലാം ബുക്കും ചട്ടടൽ അങ്ങോട്ട് കഴിഞ്ഞു. നല്ല വൃത്തിയുണ്ടില്ലേ കാണാന്. ഇനി ഇതിലൊക്കെ പേരെഴുതണം. അതൊക്കെ തന്നെ നമുക്കിനി ചക്കട ഉണ്ടാക്കാൻ, ചക്ക വരക്കാൻ പോവാ. അടച്ചിട്ടെ, ഇതിന്റെ ഉള്ളിലൂടെ വല്ല പാമ്പും കയറണ്ട അകത്തേക്ക്. ബൈ. ചാർജറൊന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ കുട്ടി. ഇന്ന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ കേൾക്കണില്ലല്ലോ. ബസ് 5:10 കറക്റ്റായിട്ട് തന്നെ നമ്മുടെ പമ്പിൻ്റെ അവിടെ വരും. ബസ് കയറിണ്ടെച്ചെങ്കിൽ വിളിക്കണം കേട്ടോ. വീട്ടിലെത്തിയിട്ടും വിളിക്ക്. ഈ ഡപ്പയിൽ കൊണ്ടുപോയാൽ മതി. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഞെപ്പി ചൂടോട് കൂട്ടി നിറച്ചിട്ടുണ്ടെച്ചെങ്കിൽ നാശമാവും. ഈ പോയിട്ട് വായോ.